ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ റൂം എപ്പോഴും തന്നെ വളരെ ക്ലീൻ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടിരിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ എത്ര തിരക്കുള്ള ആളാണെങ്കിൽ കൂടി നമ്മളെ റൂം വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ഭയങ്കര തിരക്കൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ മാസത്തിൽ ഒരു തവണയോ രണ്ട് തവണയോ ഒക്കെ ആയിരിക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് ക്ലീൻ ചെയ്യാൻ മീൻസ് മൊത്തത്തിലുള്ള ക്ലീനിങ് ആട്ടോ ഉദ്ദേശിച്ചത്. നമുക്ക് തുടച്ച് നല്ല നീറ്റാക്കി വെക്കുന്ന ക്ലീനിങ്ങാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ചിലവരാണെങ്കിൽ ഡെയിലി ക്ലീൻ ചെയ്യുന്നവരായിരിക്കും, ചിലവർ വീക്സിൽ വൺസ് ടൈം ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് ആൾക്കാരുണ്ട്, പല രീതിയിൽ ക്ലീൻ ചെയ്യാറുണ്ടല്ലേ. അപ്പം ആരായാലും വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ, അത് എനിക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കാണിച്ചത് എൻ്റെ റൂമിൻ്റെ നിലവിലെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഈ റൂമെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പണികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ റൂമിൽ നിന്ന് കിട്ടാറില്ല കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനകത്തായിരിക്കും നമ്മുടെ പണിയുടെ ആ ഒരു ഇത് കുറയാം. അതായത് നമ്മളിപ്പം ഭയങ്കര പൊടിയുള്ള ഒരു റൂമും കുറച്ച് പൊടിയുള്ള ഒരു റൂമും വൃത്തിയാക്കുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇപ്പം ഞാനിതാ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ബെഡ് അത് വിരിച്ചിട്ട് വീതിയൊക്കെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിടുകയാണ് കേട്ടോ. വീഡിയോയിൽ ചെറിയ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്യാമറാമാനും എല്ലാം ഞാൻ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഫസ്റ്റ് ഇതുപോലെ വണ്ണാമ്പല അടിച്ച് തുടക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. പക്ഷെ ഞാനത് മറന്നുപോയി ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഞാനിതാ മിറർ എപ്പോഴും എനിക്ക് മിറർ ക്ലീൻ ചെയ്ത് ഇരിക്കണം. റൂമിൽ കയറുമ്പം അവിടുത്തെ മിററൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ റൂം കാണാനുള്ള ഒരു ഭംഗിയും ഉണ്ടാവത്തില്ലല്ലേ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ചിലവർ പറയും എനിക്ക് ഭയങ്കര അലമ്പായിട്ടുള്ള റൂമിൽ എപ്പോഴും കിടന്നുറങ്ങിയാലേ സമാധാനമാവുന്നവരാണ്. ചിലവർ പറയും നല്ല നീറ്റായിട്ടുള്ള റൂമിലേ കിടക്കാൻ പറ്റും. എനിക്ക് റൂം അലമ്പാക്കി ഇടുന്നത് ഒട്ടും ഇഷ്ടമല്ലാതെ എനിക്കിഷ്ടമല്ല കേട്ടോ. എനിക്ക് നല്ല നീറ്റായിട്ടുള്ള റൂമിൽ കയറുമ്പോഴാണ് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് തന്നെ വണ്ണാമ്പല കളഞ്ഞ് ടാന്ന് ഫസ്റ്റ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അതിന് ശേഷം ഞാൻ ഇതാ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ തപ്പുന്നതെന്ന് അറിയോ, കടലാസിനാണ് കേട്ടോ. ഈ കടലാസ് വെച്ചിട്ട് നമ്മുടെ മിറർ തുടച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ക്ലീൻ ആവട്ടെ. അത് ചെറിയൊരു നനവോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കടലാസ് കൊണ്ട് തുടക്കുമ്പോഴേ നല്ല മിററിന് ഒരിക്കലും ഒരു ഇതും വരത്തില്ല, നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ അത് ഞാനത് എടുത്ത സാധനം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡ് ടേബിളിൻ്റെ ഇത് വരുന്നിടത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലീൻ ചെയ്യുമ്പം കോട്ടൻ്റെ തുണിയാണെങ്കിൽ പെട്ടെന്ന് അവിടെയുള്ള അഴുക്ക് എന്താ പറയുക നമ്മുടെ തുണികളിലേക്ക് വരാനുള്ള ഇത് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് കോട്ടൻ്റെ തുണി എടുക്കാൻ, നല്ല പ്യുവർ കോട്ടൺ ആണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ നിരനിരയായിട്ട് വെക്കുകയാണ് കേട്ടോ. അത് സ്പ്രേ, റോസ് വാട്ടർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഫുള്ളും എൻ്റെ സാധനങ്ങളാണ്. പൊതുവേ ഞാൻ ആ ഒരു സ്ഥലത്ത് അതൊന്നും നിരത്തി വെക്കാറില്ല. പിന്നെ അത് ഞാൻ എന്തോ ആവശ്യത്തിന് ഇതുപോലെ എടുത്തപ്പം നമ്മൾ മൂകാംബിക പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുപോയതാണ്. പിന്നെ തിരിച്ച് അതിൻ്റെ സ്ഥാനത്ത് വെക്കാനുള്ളൊരു മടി കാരണം ഞാനത് അവിടെ വെച്ച് കേട്ടോ. അവിടെ ആയിരുന്നാലും കുഴപ്പമില്ല, അതൊരു സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കൊട്ടയുണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ആ കൊട്ടാൽ ഫുള്ള് നമ്മളെ തുണികളും പഴകിയ തുണികളും അതെന്നാൽ കളയേണ്ടതുമല്ല, പഴയ കുറച്ച് തുണികളാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഷെൽഫ് ഞാൻ നല്ല ക്ലീൻ ആയിട്ട് തുടച്ച് വെക്കുന്നുണ്ട്. അതൊക്കെ വല്ലപ്പോഴും ഇതുപോലെ തുടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പണി വരത്തില്ല. നേരെ മറിച്ച് ഒരു മാസം ഒക്കെ ഇതുപോലെ തുടക്കാണ്ട് വെച്ചിരുന്ന ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ തുടക്കുമ്പം അതിന് നല്ല പൊടി വരാണ്ട്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. കാര്യമായിട്ടുള്ള പൊടികളും ഉണ്ടാവാറില്ല കേട്ടോ, ഹാൻഡിലൊക്കെ ആയാലും. ഇനി ഈ ഷെൽഫ് നല്ല അലമ്പായിട്ടാണ് ഇരിക്കുന്നത്, അതിലുള്ള തുണികൾ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത പരിപാടി. എല്ലാം തന്നെ ഒരു ദിവസം ആക്കിയാൽ ശരിയാവില്ല, നല്ലപോലെ ടയേർഡാവും കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കാര്യം ഞാൻ രണ്ടാമതാണ് കാണിക്കുന്നത്. ഇതാണ് ഞാൻ ഏറ്റവും ഫസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ അത്ര കെയർ കൊടുക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടുള്ള വണ്ണാവല ആ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം എപ്പോഴും ക്ലീൻ ആയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വണ്ണാവല ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വരാറില്ല. എങ്കിലും ഞാനത് ചെയ്യുന്നുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലോ എന്നുള്ളതിൽ ഞാനത് തട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്താണ് ചെറിയ ചെറിയ പൊടികളൊക്കെ പിന്നെയും ഉണ്ടാവാറുള്ളത്. വിൻഡോസ്
അപ്പോൾ അത് ഞാനൊന്ന് ക്ലീൻ ചെയ്യുക. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്, പകലല്ല കേട്ടോ. പൊതുവേ ഞാൻ പകലാണ് ചെയ്യാറുള്ളത്. പക്ഷേങ്കിൽ രാത്രി എനിക്ക് തോന്നി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് എഴുതിയിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച ഫ്ലവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ ബെഡിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചെറിയ മറ്റേ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് താഴെ നിന്ന് എടുത്തു കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു മടി കാരണം ഞാനിത് വരുമ്പം ഇങ്ങോട്ടേക്ക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ ചൂല് വെച്ച് തന്നെ അതൊന്ന് ജസ്റ്റ്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പൊടികളൊന്നും ഇല്ല എങ്കിലും ചെറിയ പൊടി വരുമ്പോൾ തന്നെ എനിക്കത് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. ഞാൻ തട്ടിക്കളയുന്ന കേട്ടോ. ഇനി ആ ഒരു ചെറിയ ഭാഗത്ത് ചെറുതായിട്ടൊരു കച്ചറയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം മെഴുകുതിരി കത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതിൻ്റെ മേലെയാണ് കേട്ടോ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരുക്കി കുറേ എണ്ണം അതിൻ്റെ വോളിൻ്റെ മേലെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കിക്കളയാം. അതെനിക്ക് കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെ തോന്നുന്നുണ്ട്. പൊതുവേ അങ്ങനെ ഞാൻ കത്തിച്ച് വെക്കാറുണ്ട്. പക്ഷെ ഞാനത് മറ്റേ ATM കാർഡ് ഉണ്ടാവുമല്ലോ, അത് പഴയത് വെച്ചിട്ടാണ് ഞാനത് ചിരണ്ടി കളയാറുള്ളത്. അപ്പോൾ ആ സാധനം എവിടെയാണോ ധനുഷ് എടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതൊരു ചെറിയൊരു കത്രിക വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാണ്. അതിനെക്കൊണ്ട് നമ്മുടെ വാളിന് ഒന്നും പ്രശ്നമൊന്നും വരാറില്ല കേട്ടോ. അതിൻ്റെ പെയിൻറ്റ് കാര്യങ്ങളൊന്നും ഇളകി പോകത്തൊന്നുമില്ല. അപ്പം ഇനി ഇത് വിൻഡോ ഒക്കെ ഒന്ന് നല്ല രീതിക്ക് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ റൂമിൽ കയറുമ്പോൾ ഇതൊന്നും അങ്ങനെ മുഷിഞ്ഞതായിട്ട് ഫീൽ ചെയ്യത്തില്ല. എപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമുള്ളവരാണെങ്കിൽ അതിന് കണക്കായിട്ട് ചെയ്യണമെന്ന് മാത്രമാണ്. എനിക്കിപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഒരാഴ്ചയിൽ 2 തവണ എപ്പോഴും അങ്ങനെ അതൊരു ഇതിൽ തന്നെ പോകുന്നല്ല കേട്ടോ പറഞ്ഞത്. എങ്കിലും പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ വെള്ളമൊക്കെ മറിഞ്ഞിട്ട് ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. അതുപോലെ തന്നെ മറ്റേ വിൻഡോയും കൂടെ ഞാനിതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ നേരെ മേലോട്ടേക്ക് പോയിട്ടുണ്ട്. കർട്ടൻ്റെ ഈ ഒരു ഹോൾഡറിൻ്റെ മേലെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഫാന് ക്ലീൻ ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട്. അതെനിക്ക് ആവത്തില്ല, ഹസ്ബൻഡ് ഒരു ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ്. അത് കുറേ ആയി ഇപ്പോൾ ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നല്ലതായിട്ട് അഴുക്കുണ്ട് കേട്ടോ. പിന്നീട് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലുള്ള ഫ്രെയിമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ റൂമിൽ, അപ്പം അതൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ച് വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും നല്ല ഭംഗിയായിട്ട് നല്ല ഷൈനിങ്ങോട് കൂടി ഇരിക്കണമെങ്കിൽ ഇതുപോലെ എപ്പോഴെങ്കിലും തുടച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനത് എടുത്തു പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ചില വീടുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്രെയിംസ് ഒന്നും അങ്ങനെ തുടക്കാറേ ഇല്ല എന്നുള്ളത് കാണലുണ്ട്. അതായത് ഒത്തിരി പൊടിയൊക്കെ പിടിച്ച്, അത് ഞാനൊരു കുറ്റമായിട്ട് പറഞ്ഞതല്ല, ചിലപ്പോൾ അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കും. പിന്നെ ഓരോരുടെ താല്പര്യം പോലെയല്ലേ. അപ്പം ഞാൻ പറയുന്നത് അതാണ്, എപ്പോഴെങ്കിലും ഇതൊക്കെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റാവുമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നൊരു കാര്യം, ഈ ഒരു സംഭവത്തിന് ചെറിയൊരു കച്ചറ വന്നാൽ കൂടി അത് വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇത് ചെറുങ്ങനെ ഒന്ന് വൃത്തികേടായിരുന്നാൽ കൂടി ആ റൂമിനൊരു ഇത് കുറഞ്ഞ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഇത് നീറ്റായി കഴിഞ്ഞാൽ നല്ല ഒരു നീറ്റ്നെസ് വരുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതത് നല്ല നീറ്റാക്കി തന്നെയാണ് എപ്പോഴും വെക്കാറുള്ളത്. പിന്നെ ചെയ്യുന്നത് ഈ ഒരു സംഭവം, അതായത് ബെഡിൻ്റെ ഈ ഒരു ബോർഡ് ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ്. കാര്യമായിട്ടുള്ള അങ്ങനെ ഒരു പൊടി ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്താ പറയുക, ഇതൊക്കെ നീറ്റാക്കുമ്പോൾ ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ചില സമയത്ത് ധനുഷ് അതിൻ്റെ മേലെ സ്കെച്ചൊക്കെ എടുത്ത് വരച്ചിട്ടിട്ടുണ്ടാവാറുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് ടേബിളും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ടേബിളിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് അലമ്പാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എത്ര ഓർഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ധനുഷ് എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരും കേട്ടോ. അപ്പം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അതിനൊന്നും നിൽക്കുന്നില്ല. അതും ഷെൽഫും ഞാൻ പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നല്ല രീതിക്ക് നമ്മുടെ ഷെൽഫൊക്കെ അലമ്പായിട്ടുണ്ട്. ഓർഡറൊക്കെ മാറിക്കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷെൽഫിൽ ഓർഡറൊക്കെ മാറിക്കഴിഞ്ഞാൽ കേട്ടോ. അതായത് പെട്ടെന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ചില തുണികൾക്ക് തപ്പി പിടിക്കേണ്ടി വരും. അപ്പോൾ ഞാനിതാ ഈ സൈഡിലൊക്കെ തുടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ പറ്റിപ്പിടിച്ച് ആ ഒരു പൊടികൾ ഉണ്ടാവാറുണ്ട് ഈ ബെഡിൻ്റെ ഈ ഒരു സൈഡ് വശത്ത്. അപ്പോൾ ഞാൻ അതൊന്ന് തുടച്ചു കൊടുക്കാമെന്ന്. ഇനി ചെയ്യുന്നത് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഡോറ് ഒന്ന് നല്ല നീറ്റായിട്ട് തുടക്കുക. ആ ഒരു ചെറിയ ചെറിയ പൊടി അതിനെ പറ്റി പിടിക്കുമ്പം ആ ബ്ലാക്ക് പോർഷന് നന്നായിട്ട് എടുത്ത് കാണിക്കാറുണ്ട്. മീൻസ് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം നമുക്ക്
ഈ ബ്ലാക്ക് എപ്പോഴും ഷൈൻ ചെയ്ത് നിൽക്കണമെങ്കിൽ ഇത് നന്നായിട്ട് തുടച്ചെടുക്കണം. ചെറിയ ചെറിയ പൊടി പറ്റി പിടിക്കുമ്പോൾ ആ ഒരു ഷൈനിങ് അങ്ങ് പോകാറുണ്ട്. അതുകൊണ്ട് അത് അവിടുത്തെ സ്വിച്ച് ബോർഡും അതുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ തുണി എന്താ ക്ലീൻ ആക്കാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതായത് വലിയ പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഞാൻ ആ തുണി എപ്പോഴെപ്പോഴും വെള്ളത്തിൽ കുത്തി എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനിത് അതിൻ്റെ മേൽഭാഗത്തൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം അടിച്ചു വാരൽ പരിപാടിയാണ് കേട്ടോ. അടിച്ചു വാരുമ്പോൾ അങ്ങനെ വലിയ പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ ബെഡൊക്കെ മാറ്റിയിട്ട് ഒക്കെ അടിച്ചു വാരുന്ന വെച്ചെങ്കിൽ ഭയങ്കര വെയിറ്റുള്ള സാധനമല്ലേ. അപ്പോൾ അതെനിക്ക് ഒറ്റക്കൊന്നും ആവത്തില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനത് ഇതാക്കാറുണ്ട്. അതിനുള്ളിലൊക്കെ പൊടിയൊക്കെ ചെറുതായിട്ടേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വശത്തുനിന്ന് ആ സൈഡ് ടേബിൾ ഞാൻ ഇടയ്ക്ക് മാറ്റാറുണ്ട്. അപ്പോൾ ഇന്നതും ഞാൻ മാറ്റുന്നില്ല. വലിയ പൊടികളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ മാറ്റാൻ നിന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ടും കൂടി എനിക്ക് ഇത്രയും പൊടികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ വലിയ പൊടികൾ ഇല്ല എന്നാണല്ലോ. അപ്പോൾ അത് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിലേക്ക് അടിച്ച് കളയുന്നുണ്ട്, പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്. നമ്മളിവിടേക്ക് ഇതിന് കാട്ടം, വാരി, കൂരി എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതാ ഫുള്ള് കച്ചറയും അതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഭയങ്കര പൊടിയൊക്കെ ഉള്ള ഒരു റൂമാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടച്ച് എല്ലാം അടിച്ച് വാരി ഫുള്ള് കാട്ടൊക്കെ കോരി കഴിഞ്ഞതിന് ശേഷം ഫുള്ളും റൂമൊക്കെ വൃത്തിയായതിന് ശേഷം മാത്രമേ ഈ തുണി നനച്ച് തുടക്കുന്ന പരിപാടി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. കാരണം അത്രയും പൊടി അതിൻ്റെ മേലെ പിന്നെ നമ്മൾ അടിച്ച് വരുമ്പോൾ പാറി പറ്റുവാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ കാര്യമായിട്ടുള്ള ഇതൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ ആ മിററൊക്കെ തുടച്ച് വെച്ചത്. അപ്പോൾ ഇനി ഞാൻ ഇതാ ഡോറ് തുടക്കുന്നുണ്ട്. ഡോറ് ഞാൻ നേരത്തെ തുടക്കാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സാധനം കൂടെ തുടക്കാൻ വേണ്ടി വിട്ടുപോയി. ഇനി ഇതൊക്കെ തുടച്ച് നോക്കിയാൽ അതിൻ്റെ ആ ഒരു മാറ്റം കാണാൻ വേണ്ടി ഇതൊക്കെ എന്താ വലിയ കാര്യമായിട്ട് തുടക്കണമെന്ന് ചിലപ്പോൾ ചിന്തിക്കുകയായിരിക്കും. അപ്പോൾ തുടക്കുമ്പോൾ അതിന് നല്ലൊരു ഷൈനിങ് വരുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്ക് അതൊക്കെ തുടച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. അത് നല്ല നീറ്റായി കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോർ നോക്കുമ്പം നല്ലൊരു കുറച്ചും കൂടെ ഒന്ന് നീറ്റായിട്ടുള്ളൊരു ഫീലിങ്സ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതായത് ഇത് തുടക്കുന്നതിന് മുന്നേയും തുടച്ച് കഴിഞ്ഞതിന് ശേഷവും എനിക്ക് നോക്കുമ്പം ആ ഒരു ചേഞ്ച് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റാറുണ്ട്. അതുകൊണ്ട് ഞാനിതെപ്പോഴും ക്ലീൻ ചെയ്യും ഞാൻ തുടക്കുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും അതിൽ വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടില്ല. ഇത് ഞാനങ്ങനെ എല്ലാ സമയത്തും ഞാനങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ചില സമയം ഇത് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചേർക്കണ്ടില്ല. ചെറിയ പൊടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു സ്ഥലത്ത് പറ്റിപ്പിടിക്കും നമ്മൾ അടിച്ച് വാരുമ്പോൾ. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാ സൈഡിലും ഞാനിത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റൂം ക്ലീനിങ് മാത്രം നോക്കിയാൽ പോരാ. അപ്പോൾ നല്ലപോലെ ദാഹിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് തുടക്കലാണ്. ഫ്ലോറൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലിക്വിഡ്, കുറച്ച് ആവശ്യമുള്ളത് നന്നായിട്ട് പതയുള്ള ലിക്വിഡാണ്. അപ്പോൾ അതൊന്ന് എടുത്ത് ഒഴിച്ചിട്ട് ഞാനിത് തുടക്കലാണ്. തുടക്കാനൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കച്ചറിയൊന്നും ഇല്ല. എങ്കിലും ഇതൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പൊടികൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് തുടച്ചെടുക്കുക എന്നുള്ള രീതിക്കാട്ടോ. അപ്പോൾ അത് തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ചിലവർക്ക് ഈ ഒരു സാധനം അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. എനിക്ക് ഈ ഒരു സാധനമാണ് ഏറ്റവും കംഫർട്ട് യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയുന്നതൊക്കെ ഈ ഒരു സാധനം വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അത്ര ഇതാവത്തില്ല, അത് ഉണങ്ങുമ്പോൾ അതിൻ്റെ കല വരാറുണ്ടെന്ന്. അത് ഓരോരോ ടൈലിൻ്റെ ഇതുപോലെ ഇരിക്കും. എനിക്കങ്ങനെ എനിക്കൊണ്ട് ഇത് വെച്ച് തുടച്ചിട്ട് അങ്ങനെ ആ ഒരു പ്രശ്നം ഈ ഒരു ടൈലിന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ രാത്രിയിൽ തുടക്കുമ്പോൾ ചിലവർ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഈ രാത്രിയിലൊക്കെ തുടക്കുന്നത് വട്ടായോന്നൊക്കെ. അതായത് ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ രാത്രിയെന്നോ പകലൊന്നോ ഇല്ല, പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയിക്കോളും. ചൂട് സമയത്ത് ഇതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് ഡ്രൈ ആവും കേട്ടോ. കാരണം നല്ല ചൂടാണ്, റൂമിൻ്റെ ഉള്ളിലൊക്കെ ആയാലും നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ആയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കാര്യമായിട്ട് ഈ റൂമിൽ എനിക്ക് ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 2 ഫാന് ക്ലീൻ ചെയ്യണം. അതെനിക്കാകത്തില്ല. പിന്നെ ആ സൈഡ് ടേബിളിൽ അല്ലറ ചില്ലറ കച്ചറയല്ല, ഡിസോർഡർ ആയിട്ട് കുറച്ച് ഐറ്റംസ് കിടപ്പുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെക്കണം. അത് ഈ ഒരു ദിവസം ഞാൻ ചെയ്യുന്നില്ല എന്തായാലും. പിന്നെ നമ്മുടെ ഷെൽഫും അതും കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു റൂം കയറുമ്പോൾ നല്ലൊരു സമാധാനമാണ് കേട്ടോ. പിന്നെ അടുത്തത് ലാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബെഡ്ഷീറ്റ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായത്. വലിയ കാര്യമായിട്ടുള്ള പൊടികളൊന്നും അങ്ങനെ വീണിട്ടും ഉണ്ടായില്ല. അപ്പോൾ അത് ഒന്ന് ഞാൻ പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ട് വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നതാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഞാൻ മുഷിഞ്ഞ പോലെയാണ് നോക്കിയിട്ട് മാറ്റൽ. ഭയങ്കര മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റും. അപ്പോൾ അതല്ലെങ്കിൽ അങ്ങനെ നോക്കിയാണ് അത് മാറ്റുന്നത്. അപ്പോൾ എനിക്ക് 2-3 നല്ല ബെഡ്ഷീറ്റ് വാങ്ങിക്കണം എന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഓൺലൈനിൽ നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം കുറേ യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് അത് ഇതായിട്ടുണ്ട്. 2-3 നല്ലതൊന്നും മേടിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ ഇതുപോലുള്ള എന്താ പറയുക ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഡാർക്ക് കളർ എനിക്ക് ഈ റൂമിൽ ഇടാൻ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിത് എല്ലാം ഇതൊന്ന് നല്ല നീറ്റായിട്ട് അതൊന്ന് ഫസ്റ്റ് വിരിച്ച് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റൂമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല വെളിച്ചമുള്ള റൂമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എപ്പോഴും നല്ല വെളിച്ചമുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ റൂമിരിക്കും. ഇനി ഈ ബെഡ്ഷീറ്റ് ചിലപ്പോൾ വിരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തെന്നിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ ചാടി മറിയുമ്പോഴത്തേക്കും ആ വിരി അവിടെ നിന്ന് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനു വേണ്ടി എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഒരു വളയുണ്ടാവുമല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു യൂസ് ചെയ്യാത്ത വളയുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ബെഡ്ഷീറ്റിൻ്റെ 4 എൻഡിലും ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ട്, ഇതിപ്പോൾ എനിക്ക് 2 വശത്ത് മാത്രമേ ആവശ്യമുള്ളൂ. ആ ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ ഇളകാറില്ല. അത് ഓരോ ബെഡ്ഷീറ്റിൻ്റെ ഇതനുസരിച്ച് ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ആ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ ഇതുണ്ടാവില്ല, ഈ താഴെ ഭാഗത്തു നിന്നാണ് അധികം ഇളകി വരാറുള്ളത്. അപ്പോൾ അത് നമ്മൾ ആ ബെഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നമുക്ക് മനസ്സിലാവും, നല്ല 4 വശത്തും വെച്ചാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അത് നിൽക്കും. നല്ല ടൈറ്റ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചതുപോലെ തന്നെ നിൽക്കും കേട്ടോ. അത് ആ ഒരു ഭാഗത്ത് പിന്നെ എനിക്ക് എന്തായാലും അങ്ങനെ വലിയൊരു ഇതുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളൂ. പിന്നെ ആവശ്യമുള്ളവരത് 4 ഭാഗത്തും വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ടൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നല്ല ഭംഗിയിലിരിക്കല്. ടൈറ്റ് ചെയ്തിട്ട് എപ്പോഴും ബെഡ്ഷീറ്റ് വിരിച്ചിടുമ്പോൾ മാത്രമാണ് അതിന് നല്ല ഭംഗി കൊടുക്കുന്നത്. ഇനി പില്ലോ കവറ് ഒന്ന് എടുത്തിട്ട് അതിനിട്ട് വെക്കുന്നുണ്ട്. പില്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം നമ്മളെടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഈ കർട്ടനൊക്കെ നല്ല എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഭംഗി വരിക. പിന്നെ നല്ല വെളിച്ചം വേണമെന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ആ കർട്ടനെല്ലാം നീക്കിയിടും കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും റൂമിലേക്ക്. ഇനി നമ്മളിതാ അതിൽ നിന്നെടുത്ത ഡോള് കാര്യങ്ങളോ അങ്ങനത്തതൊക്കെ അവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു വലിയ പുതപ്പിൻ്റെ ആവശ്യമില്ല, തണുപ്പല്ല, ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതിന് ഞാനത് ഷെൽഫിലേക്ക് എടുത്ത് വെക്കാം. ആ ഫാൻ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ഇത് തോന്നാറുണ്ട്, കാരണം നല്ല രീതിക്ക് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. എന്താ ചവിട്ടിയൊക്കെ എടുത്തിട്ട് അതാത് സ്ഥലത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ക്യാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാപ്പാണ്. അപ്പോൾ ഞാനതൊരു ഷോന് വെച്ച പോലെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റൂം ക്ലീനിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ടുള്ള റൂമും ഭയങ്കര അലമ്പായിട്ടുള്ള റൂമും കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ നീറ്റായ റൂം കാണുമ്പോൾ നമുക്ക് അത്രയും ഹാപ്പിനെസ് പോസിറ്റിവിറ്റി ഒക്കെ വരാറുണ്ട്. എനിക്കങ്ങനെയാണ് കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ അലമ്പായി കിടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കാണാൻ വേണ്ടി. ഒട്ടും സമയമോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ മാത്രമേ ഈ റൂം അങ്ങനെ അലമ്പായി കിടക്കാറുള്ളൂ. അപ്പോൾ ഇത് ഫുള്ളായിട്ടുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ ടയേർഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കുളിക്കണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത്. അപ്പോൾ ആ കഴിച്ചതൊക്കെ നന്നായിട്ട് ദഹിച്ചിട്ടുണ്ടാവും. ഇനി ഒന്ന് കുളിച്ചിട്ട് ഒന്ന് കിടക്കാനുള്ളത് മാത്രം കേട്ടോ. അപ്പോൾ അതിലിടക്ക് ഇതാ രാത്രിയാണല്ലോ. അപ്പോൾ പകലാണെങ്കിൽ ഞാനിത് കുറച്ച് സമയം ഇങ്ങനെ തുറന്ന് നോക്കും. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി താഴെ നിന്ന് ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് കുളിച്ചിട്ട് കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.